യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ പ്രധാനമായി ചിന്തിക്കുന്നത് ദൈവത്തിന്റെ സർവായുധ വർഗം നമ്മൾ ധരിക്കേണ്ടതിന്റെ പ്രാധാന്യം. പ്രത്യേകിച്ച് നമുക്ക് ഒരു ആത്മീയ യുദ്ധമുണ്ട്, അത് എല്ലാവർക്കും ഗ്രാൻഡഡ് ആണ് എന്നുള്ളതായ ചിന്ത വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുന്നുണ്ട്. കാരണം കർത്താവ് യേശുക്രിസ്തു തന്നെ നമ്മളോട് പറയുകയുണ്ടായി, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ഇത് മാത്രമല്ല, അപ്പോസ്തലന്മാരും നമ്മളോട് പറയുകയുണ്ടായി, ഞങ്ങൾ ജഡപ്രകാരം സഞ്ചരിക്കുന്നുവെങ്കിലും ഞങ്ങളുടെ പോരാട്ടം ജഡപ്രകാരമല്ല, ഞങ്ങളുടെ പോരാട്ടം ആത്മീകമായിട്ടാണ്. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല, കോട്ടകളെ തകർക്കുവാൻ തക്കോണം ദൈവസന്നിധിയിൽ ശക്തിയുള്ള ആയുധങ്ങൾ തന്നെ. അതിന്റെ അർത്ഥം നമുക്ക് എപ്പോഴും ഒരു ആത്മീയ പോരാട്ടം, യുദ്ധമുണ്ട് എന്നുള്ളതാണ്. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് കർത്താവ് യേശുക്രിസ്തുവിൽ നമ്മുടെ വിശ്വാസം, ആ വിശ്വാസം എന്ന പരിച നമ്മൾ എടുക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നേരെ കടന്നു വരുന്നതായ ദുഷ്ടന്റെ അമ്പുകളെ കെടുത്തുവാൻ നമുക്ക് സാധിക്കുമെന്ന് വലിയൊരു ഉറപ്പ് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ വിശ്വാസത്തിന്റെ പരിച എടുത്തുകൊണ്ട് നിൽക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നതായ എടുക്കുന്ന ആയുധങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മളുടെ വസ്ത്രധാരണത്തെ കുറിച്ച് പറഞ്ഞല്ലോ. നമ്മുടെ ആത്മീയ വസ്ത്രം അല്ലെങ്കിൽ ഈ യുദ്ധ മേഖലയിൽ നമ്മൾ ധരിക്കേണ്ടതായ ആ പട്ടാളവേഷം എന്ന് വേണം നമുക്ക് പറയാം. നമ്മുടെ കർത്താവ് തന്നെ ധരിച്ചതായ ആ സർവായുധ വർഗം, അതിൽ സത്യമെന്ന അരക്കെട്ട്, നീതി എന്ന കവചം, സമാധാന സുവിശേഷത്തിനാൾ ഒരുക്കം, കാലിന് ചെരുപ്പ്. അങ്ങനെ ധരിച്ചു നിൽക്കുന്നവരായ ആളുകൾ എടുക്കേണ്ട ഒന്നാണ് വിശ്വാസം എന്ന പരിചയം. അത് കർത്താവ് യേശുക്രിസ്തുവിലും അവന്റെ വചനത്തിലുമുള്ള നമ്മുടെ വിശ്വാസം. യേശുക്രിസ്തു എപ്രകാരമാണ് തനിക്ക് നേരെ കടന്നു വന്ന സാത്താന്റെ പരീക്ഷകളെ അവൻ നേരിട്ടത്? അവൻ ഈ വിശ്വാസം എന്ന പരിചയം പിടിച്ചുകൊണ്ട് തന്റെ അടുക്കിലേക്ക് കടന്നു വന്ന ആ തോട്ട്സ്, ആ ചിന്തകൾ, പിശാച് തന്റെ നേരെ അയച്ചതായ ആ ചിന്താക്കുഴപ്പമാകുന്ന അമ്പുകൾ, അതേപോലെ തന്നെ ഭയം വിതയ്ക്കുവാൻ കഴിവുള്ളതായ അമ്പുകൾ, അവയെല്ലാം യേശു തന്റെ വിശ്വാസം എന്ന പരിചയം കൊണ്ട് നേരിട്ടു. ആ വിശ്വാസം എന്ന പരിചയം കൊണ്ട് നേരിടുമ്പോഴാണ് തന്റെ പിതാവായ ദൈവത്തിന്റെ ആ വചനങ്ങൾക്കുള്ള പ്രാധാന്യം യേശുക്രിസ്തു വ്യക്തമായി നമ്മെ വരച്ചു കാണിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ വിജയിക്കേണ്ടത് ദൈവത്തിന്റെ വചനത്താലാണ്. അതേ ദൈവത്തിലുള്ള വിശ്വാസമാണ് ആ വചനത്തിൽ ആശ്രയിക്കുവാൻ നമ്മെ ശക്തമായി പ്രേരിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ വായിച്ച എഫെസ്യ ലേഖനം 6-ാം അധ്യായം 16-ാം വാക്യത്തിന്റെ അവസാന ഭാഗമാണ്. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: എല്ലാറ്റിനും മീതെ ദുഷ്ടന് തീയുമ്പോളൊക്കെ കെടുക്കുവാൻ തക്കതായി വിശ്വാസം എന്ന പരിച എടുത്തും കൊണ്ടും നിൽപ്പീൻ. വിശുദ്ധ വേദപുസ്തകത്തിലെ ഓരോ വാക്കുകളും വളരെ പ്രാധാന്യമുള്ളതാണ്. ഇവിടെ പരിച എടുത്തുകൊണ്ട് നിങ്ങൾ ഓടിപ്പോകണമെന്നോ, പരിച എടുത്തുകൊണ്ട് നിങ്ങൾ കിടക്കണമെന്നോ, പരിച എടുത്ത് നിങ്ങൾ മാറി നിൽക്കണമെന്നോ അല്ല പറയുന്നത്. മറിച്ച് പരിച എടുത്തുകൊണ്ട് നിൽപ്പീൻ, ഒരു സ്റ്റാൻഡിങ് പൊസിഷനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. പലപ്പോഴും നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ആരെങ്കിലും തയ്യാറാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ മാറി നിൽക്കും. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്ന ഒരു ആക്ഷൻ, അതിന് നമുക്ക് ഒരു കഴിവില്ല എന്ന് നമ്മൾ തോന്നുമ്പോൾ, മറ്റൊരാളെ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമ്മൾ പൊതുവെ മാറി നിൽക്കുന്ന ഒരു പതിവുണ്ട്. പക്ഷെ ഇവിടെ കർത്താവ് നമ്മോട് പറയുന്നത്, നിങ്ങൾ യുദ്ധ മുന്നണിത്തിൽ നിൽക്കണം, നിങ്ങൾ ഈ ആയുധം ധരിച്ചുകൊണ്ട് നിൽക്കണം, നിങ്ങൾ ഈ പരിചയം എടുത്തുകൊണ്ട് നിൽക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പല ആളുകളും തങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യം, ഇങ്ങനെയുള്ള പോരാട്ടങ്ങൾ കടന്നു വരുമ്പോൾ, യുദ്ധങ്ങൾ കടന്നു വരുമ്പോൾ തങ്ങൾ ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ശരി, ദൈവം തന്നെ തങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് അവർ വിശ്വസിക്കുന്നു. യെസ്, നല്ലത് തന്നെ. പക്ഷേ നമ്മൾ എവിടെ നിൽക്കണം? നമ്മൾ കർത്താവിനോടുകൂടെ നിൽക്കണം. ആ യുദ്ധത്തിൽ അവനോടുകൂടെ നമ്മളായിരിക്കണം. പ്രാർത്ഥിക്കാതിരിക്കരുത്, മാറി നിൽക്കരുത്, ചർച്ചിൽ പോകാതിരിക്കരുത്. ദൈവസ്ഥാനിൽ നിങ്ങൾ മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയമുണ്ടാവുകയുള്ളൂ. പലരും കർത്താവിനെ പല കാര്യങ്ങളും ഏൽപ്പിച്ചിട്ട് അവർ സ്വസ്ഥമായിരിക്കുക, അവർ അവരുടെ വഴിക്ക് പോകുകയാണ്. മോശ യോശുവയുടെ നേതൃത്വത്തിൽ അമാലേക്കിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി സൈന്യത്തെ അയച്ചിട്ട് മോശ പർവ്വതത്തിൽ പോയി ഉറങ്ങുകയാണ് ചെയ്തത്. അല്ല, മോശ പർവ്വതത്തിൽ കയറി അവൻ തന്റെ 2 കരങ്ങളും ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ പ്രാർത്ഥനയിൽ തന്റെ കരങ്ങൾ താഴുമ്പോൾ ഇസ്രായേൽ പരാജയപ്പെടുന്നതും ഉയർത്തിയിരിക്കുമ്പോൾ ജനം വിജയിക്കുന്നതും മോശ കാണുവാനിടയായി തീർന്നു.
നോക്കണേ, യുദ്ധത്തിൽ അങ്ങനെ മോശ ആയുധം കൊണ്ടല്ല, പ്രാർത്ഥന കൊണ്ട്, ദൈവത്തോടുള്ള ആ ആശയവിനിമയത്താൽ അവൻ ആ യുദ്ധത്തിൽ പങ്കാളിയായി തീർന്നു. നമ്മുടെ ജീവിതത്തിലും നമുക്ക് അനുകരിക്കാൻ പറ്റുന്നതായ ഒരു മാതൃകയാണിത്. നമ്മളുടെ ജീവിതത്തിൽ ധാരാളം യുദ്ധങ്ങളും പോരാട്ടങ്ങളും സംഘർഷങ്ങളും കടന്നു വരുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തെ ഏൽപ്പിച്ച് മാറി നിൽക്കാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. മറിച്ച് നമ്മൾ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ നാം ദൈവത്തോടുകൂടി ആയിരിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നെഹമ്യാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി മാത്രമായിരുന്നല്ല, മറിച്ച് അവൻ അയക്കപ്പെടുന്നതായ ഒരു വ്യക്തിയായിരുന്നു. യെരുശലേമിന്റെ മതിലുകൾ പണിയുവാനും ആ സിറ്റി പണിതെടുക്കുവാനും പോകുന്നതായ ഒരു വ്യക്തിയായിരുന്നു. അതേ, ഫൈറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ദൈവം യുദ്ധം ചെയ്യുമെന്ന് കണ്ടുകൊണ്ട് മാറി നിൽക്കാനല്ല നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ആയുധങ്ങളെല്ലാം എടുക്കുവാനും ധരിക്കുവാനും ഒക്കെ ദൈവത്തിന്റെ വചനം ഈ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിലൂടെ നമ്മോട് ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ പുറകുവശത്ത് യാതൊരു വിധമായ വസ്ത്രവും നമുക്കില്ല. പുറകുവശത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതായ യാതൊരു വിധമായ പരിചയമോ യാതൊരു വിധമായ ആയുധങ്ങളോ നമുക്കില്ല. അതിനർത്ഥം നമ്മുടെ പുറവശം നേക്കഡാണ്, അത് നഗ്നമായിരിക്കുന്നു. പുറകിൽ നിന്ന് പിശാചിന് നമ്മളെ ആക്രമിക്കുവാൻ കഴിയും. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, ഒരു സൈന്യം നിൽക്കുമ്പോൾ നമ്മുടെ പുറകുവശത്ത് നമ്മുടെ സഹോദരങ്ങളുണ്ട്. അവരാണ് നമ്മുടെ പുറകിൽ നമ്മെ സംരക്ഷിക്കുന്നത്. പക്ഷേ മുമ്പിൽ നമ്മളെ സംരക്ഷിക്കുവാൻ ദൈവം തന്ന ആയുധങ്ങളും അതേ നമ്മുടെ ദൈവം തന്നെ നമുക്ക് മുമ്പായിട്ടുണ്ട്. ദൈവം ഒരിക്കലും പുറകിൽ പോകുന്നവനായ ദൈവമല്ല, നമുക്ക് വേണ്ടി എപ്പോഴും മുന്നിൽ പോകുന്നവനായ ദൈവമാണ്. നമ്മുടെ പുറകിൽ നമ്മോടൊപ്പം അനേക സഹോദരങ്ങൾ, അനേക പ്രിയപ്പെട്ടവർ പ്രാർത്ഥനയിലൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? പലപ്പോഴും ഈ കൂട്ടായ്മ ബന്ധങ്ങൾ അല്ലെങ്കിൽ ഫെലോഷിപ്പ് റിലേഷൻസ് എന്നുള്ള വിഷയത്തിന് പലരും വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. നമ്മൾ ഒരു ചർച്ചിൽ ഇൻവോൾവ് ആയിരിക്കണമെന്ന്, ഉൾപ്പെടണമെന്ന് ദൈവം എന്തുകൊണ്ടാണ് ആഗ്രഹിക്കുന്നത്? ഈ ആത്മീയ പോരാട്ടത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ സഭയാണ്, നമ്മുടെ ശുശ്രൂഷകന്മാരാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ആത്മീയ ഫെലോഷിപ്പിൽ നമ്മളായിരിക്കണമെന്ന് വ്യക്തമായും പറയുന്നത്. മുമ്പിൽ യേശു നമുക്ക് വേണ്ടി കടന്നു പോകുന്നു. അവൻ മുമ്പിലാണ് എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകം നമ്മോട് വ്യക്തമായി പറയുന്നു. കോരേശനോട് ദൈവം പറഞ്ഞല്ലോ, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് താമര കഥകളെയും ഇരുമ്പോടാമ്പലുകളെയും കണ്ണിച്ചു കളയുമെന്ന്. അത് ദൈവം നിനക്ക് മുമ്പായി കടന്നു പോകുന്നു. പക്ഷേ നീ മടി പിടിച്ചു മാറിയിരിക്കരുത്, നീ മാറി നിൽക്കരുത്. കാരണം യുദ്ധം നിനക്ക് എതിരായി ഉള്ളതാണെന്ന് മനസ്സിലാക്കി ദൈവത്തോടുകൂടെ ആ യുദ്ധ മുന്നണിയിൽ നാം നിൽക്കണം. നമ്മുടെ പ്രാർത്ഥന കുറയരുത്, നമ്മുടെ ഉപവാസം കുറയരുത്, നമ്മുടെ വചനധ്യാനം കുറയരുത്. ആ വിഷയത്തിലുള്ള നമ്മുടെ പ്രാർത്ഥന നമ്മൾ അവസാനിപ്പിക്കരുത്. ദൈവത്തിലുള്ള വിശ്വാസത്താൽ നമ്മൾ മുന്നേറുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വിജയം കാണുവാൻ ഇടയായി തീരും. ഒരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചിട്ട് ഈ ഒരു സന്ദേശം ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. മോശയ്ക്ക് ശേഷം ഇസ്രായേലിനെ നയിക്കുവാൻ നിയോഗിക്കപ്പെട്ട യോശുവയോട് ഇസ്രായേൽ ജനം പറയുന്നതായ ഒരു കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 17-ാമത്തെ വാക്യം. ഞങ്ങൾ മോശയെ സകലത്തിലും അനുസരിച്ചതുപോലെ നിന്നെയും അനുസരിക്കും. നിന്റെ ദൈവമായ യഹോവ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരുന്നാൽ മതി. നോക്കണേ, യോശുവോട് പറയുന്നത് നീ മാറി നിൽക്കാനല്ല, ഞങ്ങൾ മോശയെ അനുസരിച്ചു. കാരണം മോശ ജനത്തിനു വേണ്ടി മുമ്പിൽ നിന്നു. അതിനർത്ഥം ഒരിക്കലും മോശ മാറി നിന്ന ഒരു വ്യക്തിയല്ല. എപ്പോഴും നമുക്ക് ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ മോശയെ കാണാൻ സാധിക്കും. പക്ഷെ മോശയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുമ്പാകെ അവന് ദൈവമായിരുന്നു. പക്ഷെ ദൈവം ഉണ്ടെന്ന് ചിന്തിച്ചുകൊണ്ട് മോശ മാറി നിന്നോ? ഇല്ല. നമ്മളുടെ വിഷയങ്ങളിൽ നമ്മൾ മാറി നിൽക്കരുത്. നമ്മൾ നമ്മുടെ വിഷയങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയിൽ ശരണപ്പെട്ട് അവന്റെ വചനത്തിൽ ഉറച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് ആത്മീയമായി ചിന്തിച്ച് നമ്മൾ നിൽക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് മോശ എപ്പോഴും ഈ ജനത്തിന്റെ ഫോർ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു, മുമ്പിലുണ്ടായിരുന്നു. ദൈവം തന്നെ സഹായിപ്പാനുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും മോശ നിൽക്കാൻ കാരണം ദൈവം മോശ ഏൽപ്പിച്ചതായ കാര്യം അതായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നതാണ് നമ്മുടെ പോരാട്ടങ്ങൾ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് സാത്താൻ സ്വയമേവ നമ്മളിലേക്ക് കൊണ്ടുവരുന്നതാണെന്നുള്ളത്. പല വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിൽ പിശാച് കൊണ്ടുവരുന്നത് നമ്മുടെ കർത്താവിന്റെ അനുമതിയോടുകൂടെ തന്നെയാണ്. അതിന്റെ അർത്ഥം നമ്മൾ ഈ വിഷയങ്ങളെ നേരിടുവാൻ പ്രാപ്തരാണ് എന്ന് ദൈവത്തിനറിയാം. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള പോരാട്ടങ്ങളിലൂടെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും.
പിശാചിനെ നമ്മൾ തോൽപ്പിക്കും, നമ്മൾ ജയാളികളായി തീരും എന്ന് കർത്താവിന് വ്യക്തമായിട്ട് അറിയാം. വിശുദ്ധ വേദോസത്തിലുടനീളം നമുക്ക് ഈ ഒരു ദൈവിക ചിന്ത കാണുവാൻ കഴിയുന്നുണ്ട്. യോബിന്റെ കഷ്ടത നമുക്കറിയാം. യോബിനെ പരീക്ഷിക്കുന്നതിന് വേണ്ടി പിശാച് വന്ന് ആലോചന ചോദിക്കുന്നു. പിശാച് ചോദിക്കുന്നു, വെറുതെയാണോ അവൻ ഭക്തനായിരിക്കുന്നത്? നീ അവന്റെ ചുറ്റും വേലി കെട്ടിയിട്ടില്ലേ? നീ ഈ വെയിലിൽ നിന്ന് പൊളിച്ചു തന്നാൽ അവന്റെ ഭക്തി വെറുതെയാണെന്ന് ഞാൻ കാണിച്ചു തരാമെന്നാണ് പിശാച് ദൈവത്തെ വെല്ലുവിളിച്ചത്. ദൈവം അത് അനുവദിച്ചു കൊടുത്തു. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, അവന്റെ പ്രാണനെ തൊടുവാൻ നിനക്ക് അനുവാദമില്ല. നോക്കണേ, ദൈവത്തിന്റെ അനുവാദമില്ലാതെ ആരെയും തൊടുവാൻ സാത്താന് കഴിയത്തില്ല. അതേപോലെ തന്നെയാണ് പത്രോസിനെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് വേണ്ടി യേശുവിനോട് പിശാച് അനുവാദം ചോദിച്ചു. യേശു പറഞ്ഞു, ഞാനോ നിന്റെ വിശ്വാസം പോയി പകതരിപ്പാൻ ദൈവത്തോട് അപേക്ഷിച്ചു. എന്താണ്? യേശു അനുമതി കൊടുത്തു, പക്ഷെ അവന്റെ വിശ്വാസം പോകരുതെന്ന് പറഞ്ഞ് യേശു പിതാവിന് മുമ്പാകെ മധ്യസ്ഥത അണച്ചു. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിലും നമ്മൾ നേരിടുന്നതായ പ്രശ്നങ്ങൾ, കഷ്ടതകൾ, ദുരിതങ്ങൾ, യുദ്ധങ്ങൾ, പോരാട്ടങ്ങൾ, ഇവയെല്ലാം തന്നെ ദൈവം അനുവദിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ പിശാച് കൊണ്ടുവരുന്നത്. പക്ഷെ അതേ ദൈവം തന്നെ വളരെ വ്യക്തമായി പറയുന്നു, നീ യുദ്ധം ചെയ്യാൻ തയ്യാറാണെങ്കിൽ, നീ പോരാടുവാൻ തയ്യാറാണെങ്കിൽ, നീ പരിചയെടുക്കുവാനും ഒരുങ്ങുവാനും തയ്യാറാണെങ്കിൽ, ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് ഞാൻ സാത്താനെ തോൽപ്പിക്കും. അതെ, ഇതാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ കാണുന്ന പോലെ നമ്മൾ ഉറച്ചു നിന്നെങ്കിൽ മാത്രമേ നമുക്ക് വിജയമുണ്ടാകത്തുള്ളൂ. മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ഇസ്രായേൽ ജനം യോർദാൻ കടക്കുവാൻ വേണ്ടി തുടങ്ങുമ്പോൾ ദൈവം ചെയ്തതായ ഒരു കാര്യം, ദൈവം തന്റെ ദാസനായ യോശുവോട് പറയുന്നു, 12 പുരോഹിതന്മാരെ നിയോഗിച്ച് അവർ പെട്ടകം വഹിച്ച് യോർദാന്റെ വെള്ളത്തിൽ ചവിട്ടി നിൽക്കണം. അതേ കലങ്ങി മറുന്ന യോർദാൻ, വളരെ പേടി തോന്നും ആ യോർദാന്റെ വെള്ളത്തിൽ ചവിട്ടി നിൽക്കുവാൻ. കാരണം അത്രത്തോളം ഒഴുക്ക് ആ സമയത്തുണ്ട്. കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ കരകവിഞ്ഞൊഴുകുമെന്ന് വിശുദ്ധ വേദോസം പറയുന്നുണ്ടല്ലോ. എന്നാൽ ഈ പെട്ടകം വഹിച്ച പുരോഹിതന്മാർ ഭയം ഏതുമില്ലാതെ ധൈര്യത്തോടുകൂടെ ദൈവത്തിന്റെ സാന്നിധ്യം പേറിക്കൊണ്ട് അവർ ആ യോർദാന്റെ നദിയിൽ അവരുടെ കാലുകൾ ചവിട്ടി ഉറച്ചു നിന്നപ്പോൾ ഇസ്രായേൽ ജനം ആ യോർദാനിലൂടെ കടന്നുപോയി. അതേ, നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്, യോർദാന്റെ വെള്ളം 2 പിരിഞ്ഞു. അതേ, നാം ഉറച്ചു നിന്നാൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അതെ, ഇത് തന്നെയാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഈ സർവായുധ വർഗം ധരിച്ച് നീ ഉറച്ചു നിന്നാൽ മതി, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ദേശത്ത് ദൈവം നിന്നെ ഒരു അത്ഭുതമാക്കും. നിന്റെ കുടുംബത്തിന്റെ മുമ്പിൽ ദൈവം നിന്നെ ഒരു അത്ഭുതമാക്കും. നിന്നെ നിന്ദിക്കുന്നതിന് മുമ്പാകെ, നിന്നെ പരിഹസിക്കുന്നതിന് മുമ്പാകെ ദൈവം നിന്നെ ഒരു അത്ഭുതമാക്കും. അതിനുള്ള ഒരു വലിയ സന്ദേശമാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ കേൾക്കുന്നത്. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, വാസ്തവമായിട്ടും കർത്താവെ, ഞങ്ങൾ ഉറച്ചു നിൽക്കുവാൻ, ദൈവത്തിന്റെ സാന്നിധ്യം വഹിക്കുന്നവരായി തീരുവാൻ, ഞങ്ങൾ വീണു പോകുന്നവരല്ല, പിശാച് ഞങ്ങളുടെ മീതെ കടന്നു പോകുന്ന അനുഭവങ്ങളല്ല, മറിച്ച് ഞങ്ങൾ നിവരം നിൽക്കുന്നവരായി കർത്താവെ, അന്ത്യത്തോളം ഞങ്ങൾ യുദ്ധം ചെയ്യുവാൻ, ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസാനത്തോളം ഞങ്ങൾ യുദ്ധം ചെയ്യുന്നവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇതോടുകൂടെ വിശ്വാസം എന്ന പരിചയ എന്നുള്ള വിഷയം നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ദിവസം പുതിയ ആത്മീയ ചിന്തകളിലേക്ക് കടന്നു പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹബന്ധങ്ങൾ അറിയിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.